ദക്ഷിണ ഗോവയിലെ കുർച്ചോറം എന്ന ചെറിയ പട്ടണത്തിൽ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. ഒരു BJP കൗൺസിലറുടെ മകനായ സോഹം സുശാന്ത് നായിക് എന്ന 20-കാരൻ കഴിഞ്ഞ 3 വർഷമായി നടത്തിവന്ന പീഡന പരമ്പരയുടെ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതുവരെ പുറത്തുവന്ന വിവരങ്ങൾ പ്രകാരം 30ഓളം പെൺകുട്ടികൾ ഇയാളുടെ ഇരകളായിട്ടുണ്ട് എന്നതും ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. കേരളത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ബലാത്സംഗ കേസുകളോടും കർണാടകയിലെ പ്രജ്വൽ രേവണ്ണയുടെ ലൈംഗികാതിക്രമങ്ങളോടും ചേർത്ത് വായിക്കേണ്ട കുറ്റകൃത്യമാണ് ഗോവയിലും നടന്നിരിക്കുന്നത്. സോഹം നായിക്കിന്റെ കുറ്റകൃത്യങ്ങളുടെ രീതി പരിശോധിച്ചാൽ അയാൾ പെൺകുട്ടികളുമായി ആദ്യം സാമൂഹിക മാധ്യമങ്ങളിലൂടെയും മറ്റും സൗഹൃദം സ്ഥാപിക്കുകയും തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകി അവരെ വശത്താക്കുകയുമാണ് ചെയ്തിരുന്നത്. തുടർന്ന് ആളൊഴിഞ്ഞ ഇടങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ച ശേഷം ആ ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തിവെക്കുക എന്നതായിരുന്നു ഇയാളുടെ രീതി. പിന്നീട് ഈ ദൃശ്യങ്ങൾ കാണിച്ച് പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി പീഡനം തുടരുകയും അവരെ നിശബ്ദരാക്കുകയും ചെയ്തു. തന്റെ സുഹൃത്തുക്കൾക്കിടയിൽ ഇത്തരം ദൃശ്യങ്ങൾ കാണിച്ച് വീരവാദം മുഴക്കിയ ഇയാളുടെ അമിത ആത്മവിശ്വാസമാണ് ഒടുവിൽ ഇയാൾക്ക് കുരുക്കായി തീർന്നത്. കുറ്റകൃത്യം പുറത്തു വന്നിട്ടും BJP നേതാവായ പിതാവിന്റെ അധികാരം ഉപയോഗിച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടാനും സോഹം നായിക് ശ്രമിച്ചു. ഒടുവിൽ നാട്ടുകാർ ഒന്നടങ്കം തെരുവിലിറങ്ങി പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച ശേഷമാണ് സോഹത്തെ അറസ്റ്റ് ചെയ്യാൻ നിയമപാലകർ തയ്യാറായത്. ഇത്തരം ക്രിമിനലുകളുടെ രാഷ്ട്രീയ സ്വാധീനം, അധികാരം, കേസുകളിൽ തുടർച്ചയായി ലഭിക്കുന്ന രാഷ്ട്രീയ സംരക്ഷണം എന്നിവ തന്നെയാണ് ഇവരെ തുടർച്ചയായി കുറ്റകൃത്യം ചെയ്യാൻ ധൈര്യം പകരുന്നത് എന്നതാണ് വസ്തുത. കേരളത്തിലെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസും സോഹം നായിക്കിന്റെ കേസും തമ്മിൽ കുറ്റകൃത്യത്തിന്റെ സ്വഭാവത്തിലും മറ്റും വല്ലാത്തൊരു സാമ്യമുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നിലധികം ബലാത്സംഗ കേസുകളിൽ പ്രതിയാകുകയും അതിനെ തുടർന്ന് കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്ത വ്യക്തിയാണ്. പ്രലോഭനങ്ങളിലൂടെ സ്ത്രീകളെ സ്വാധീനിക്കുകയും പിന്നീട് അവരെ ലൈംഗികമായും സാമ്പത്തികമായും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന രീതിയാണ് ഈ കേസുകളിലെ പ്രധാന സാമ്യം. രാഹുലിനെതിരെ ഉയർന്ന പരാതികളിൽ നിർബന്ധിത ഗർഭചിത്രം, നഗ്നദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തൽ, സാമ്പത്തിക തട്ടിപ്പ് തുടങ്ങിയ ഗുരുതരമായ ആരോപണങ്ങളുണ്ട്. സോഹം നായിക്ക് വീഡിയോ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് ഇരകളെ ബ്ലാക്ക്മെയിൽ ചെയ്തതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിലും ഇരയുടെ നഗ്നദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തി അത് ആയുധമാക്കിയെന്ന് ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. ഈ 2 കേസുകളിലും പ്രതികൾ തങ്ങളുടെ ഇരകളുടെ വൈകാരിക ബലഹീനതകളെയാണ് ചൂഷണം ചെയ്തത്. സോഹം നായിക്ക് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലക്ഷ്യമിട്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ കുടുംബ പ്രശ്നങ്ങളും വ്യക്തിപരമായ സങ്കടങ്ങളും നേരിട്ടിരുന്ന സ്ത്രീകളെയാണ് തന്റെ ചതിക്കുഴിയിൽ വീഴ്ത്തിയത്. 2 കേസുകളിലും സീരിയൽ പ്രഡേഷൻ അഥവാ തുടർച്ചയായ ലൈംഗിക വേട്ടയാടൽ എന്ന സ്വഭാവം പ്രകടമാണ്. ഒരിരയിൽ മാത്രം ഒതുങ്ങാതെ നിരന്തരമായി പുതിയ ആളുകളെ കണ്ടെത്തുകയും അവരെ സമാനമായ രീതിയിൽ പീഡിപ്പിക്കുകയും ചെയ്യുക എന്നത് ഇത്തരം ക്രിമിനലുകളുടെ മാനസികാവസ്ഥയെ സൂചിപ്പിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ താൻ നടത്തിയ ലൈംഗിക അതിക്രമങ്ങൾ ഒളിച്ചുവെക്കാൻ ഇരകളെ ഭീഷണിപ്പെടുത്തുകയും ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്തതായി പരാതികളിൽ പറയുന്നു. ഗോവയിൽ സോഹം നായിക്ക് പെൺകുട്ടികളുടെ സഹോദരിമാരുടെ ബന്ധങ്ങൾ പുറത്തു പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് അവരെ വീണ്ടും വീണ്ടും പീഡനത്തിന് ഇരയാക്കിയത്. കർണാടകയിലെ പ്രജ്വൽ രേവണ്ണ കേസിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഭീകരത മറ്റൊരു തലത്തിലേക്ക് മാറുന്നു. ആയിരക്കണക്കിന് പെൺഡ്രൈവുകളിൽ നിറഞ്ഞു നിന്ന ലൈംഗിക വൈകൃതങ്ങളുടെ ദൃശ്യങ്ങൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ ഒന്നായിരുന്നു. സോഹം നായിക്കും പ്രജ്വൽ രേവണ്ണയും രാഹുൽ മാങ്കൂട്ടത്തിലും ഒരേ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നവരാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം. രാഷ്ട്രീയ അധികാരമാണ് ഇവരുടെ പൊതുഘടകം. സാധാരണക്കാർക്ക് നിയമത്തെ പേടിയുള്ളപ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ സ്വാധീനം ഏത് കുറ്റകൃത്യത്തെയും മറയ്ക്കാൻ സഹായിക്കുമെന്ന് ഇവർ വിശ്വസിച്ചു. പ്രജ്വൽ രേവണ്ണ തന്റെ സ്വാധീനം ഉപയോഗിച്ച് രാജ്യം വിടാൻ ശ്രമിച്ചപ്പോൾ സോഹം നായിക്കിന്റെ അച്ഛൻ ഒരു BJP നേതാവായതിനാൽ പോലീസ് ആദ്യം FIR രജിസ്റ്റർ ചെയ്യാൻ പോലും തയ്യാറായിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിലാകട്ടെ തുടർച്ചയായ പീഡന പരാതികൾ ഉയർന്നിട്ടും തന്റെ രാഷ്ട്രീയ പ്രതിച്ഛായ ഉപയോഗിച്ച് അതിനെ നേരിടാനാണ് ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസുകളിലെല്ലാം സ്മാർട്ട് ഫോണുകൾ വലിയൊരു വില്ലനായി മാറുന്നുണ്ട്. പീഡന ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുകയും അത് ബ്ലാക്ക്മെയിലിങ്ങിനായി ഉപയോഗിക്കുകയും ചെയ്യുന്നത് ഈ കേസുകളിൽ ഒരുപോലെ കാണാം. ഇരയുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഈ വീഡിയോകൾ അവർക്ക് സമൂഹത്തിന് മുന്നിൽ വരാനുള്ള ധൈര്യം ചോർത്തിക്കളയുന്നു. സോഹം നായിക്ക് ഇത്തരത്തിൽ ചിത്രീകരിച്ച വീഡിയോകൾ സുഹൃത്തുക്കൾക്കിടയിൽ പങ്കുവച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിലും ഗർഭചിത്രം നടത്താൻ നിർബന്ധിക്കുകയും ഇരയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ഫോണിൽ സൂക്ഷിക്കുകയും ചെയ്തത് പീഡനത്തിന്റെ ആഴം വർദ്ധിപ്പിക്കുന്നു. ഡിജിറ്റൽ യുഗത്തിൽ ഒരു ക്രിമിനലിന് തന്റെ ഇരയെ എത്രത്തോളം മാനസികമായി തകർക്കാൻ കഴിയുമെന്നതിന്റെ ഉദാഹരണങ്ങൾ കൂടിയാണ് ഈ കേസുകൾ. രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളും ഇവിടെ ചർച്ച ചെയ്യണം. ഗോവയിലെ കേസിൽ BJP വലിയ പ്രതിരോധത്തിലാണ്. മകൻ ചെയ്ത ക്രൂരതകൾക്ക് അച്ഛൻ ഉത്തരം പറയേണ്ടതില്ല എന്ന വാദം ഉയരുമ്പോഴും ഒരു ക്രിമിനൽ ഇത്രയേറെ കാലം ഒളിവിൽ പോകാനും കേസെടുക്കുന്നത് വൈകിപ്പിക്കാനും രാഷ്ട്രീയ സംരക്ഷണം സഹായിച്ചോ എന്ന ചോദ്യം പ്രസക്തമാണ്. കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സാങ്കേതികമായി പുറത്താക്കിയെങ്കിലും സൈബർ ഇടത്തിലൊക്കെ അണികൾ നൽകുന്ന പിന്തുണ ഭയാനകമാണ്. കോൺഗ്രസ് മെമ്പർഷിപ്പ് ഇല്ലെങ്കിലും പാർട്ടിയുടെ കാര്യങ്ങളിലെല്ലാം ഇടപെട്ടും അഭിപ്രായ പ്രകടനം നടത്തിയുമാണ് രാഹുൽ മുന്നോട്ടു പോകുന്നത്.
ക്രിമിനൽ സ്വഭാവമുള്ള ഒരാൾക്ക് രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് കടന്നു വരാൻ സാധിക്കുന്നത് എങ്ങനെ എന്നത് ഗൗരവകരമായ ഒരു വിഷയം തന്നെയാണ്. ജനപ്രതിനിധികളും നേതാക്കളും ഇത്തരം ഹീനമായ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുകയും നിയമത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ അധികാരം മറയാക്കുകയും ചെയ്യുന്നത് ജനാധിപത്യത്തിന് തന്നെ കളങ്കമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒന്നിലധികം പരാതികൾ ഉണ്ടായപ്പോൾ മാത്രമാണ് പാർട്ടി നടപടിയെടുത്തത്. ഗോവയിൽ പൊതുജനം വലിയ തോതിൽ പ്രതിഷേധിച്ചിരുന്നില്ലെങ്കിൽ സോഹം നായിക് ഇന്നും സ്വതന്ത്രനായി വിഹരിക്കുമായിരുന്നു. പീഡനത്തിനിരയായ പെൺകുട്ടികൾ അനുഭവിച്ച മാനസികാഘാതം വിവരണാതീതമാണ്. സോഹം നായിക്കിന്റെ 30ഓളം ഇരകൾ എന്നത് കേവലം ഒരു സംഖ്യയല്ല, മറിച്ച് 30 ജീവനുകളും ജീവിതങ്ങളുമാണ്. ഇരകളെ വീണ്ടും അപമാനിക്കുന്ന സൈബർ ആക്രമണങ്ങൾ ഇത്തരം കേസുകളിൽ പതിവാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസിലും ഇരയായ സ്ത്രീകളും പ്രതികരിച്ച സ്ത്രീകളും വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിട്ടു. രാഹുലിനെതിരെ പ്രതികരണം നടത്തിയ കോൺഗ്രസ് പാർട്ടിയിലെ തന്നെ മുതിർന്ന വനിതാ നേതാക്കൾ പോലും സൈബർ ആക്രമണങ്ങൾക്ക് ഇരയായി. ഗോവയിലെ കേസ് പരിശോധിച്ചാൽ പോക്സോ നിയമപ്രകാരവും IT നിയമപ്രകാരവുമാണ് സോഹം നായിക്കിനെതിരെ കേസെടുത്തിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗം, നിർബന്ധിത ഗർഭചിത്രം, പണം തട്ടൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. 2 കേസുകളിലും ഡിജിറ്റൽ തെളിവുകൾ, മൊബൈൽ ഫോണുകൾ, ചാറ്റുകൾ, വീഡിയോകൾ എന്നിവയൊക്കെ അന്വേഷണത്തിൽ നിർണായകമാകും. കുറ്റവാളികൾ എത്ര ഉന്നതരായാലും അവർക്ക് അർഹമായ ശിക്ഷ ലഭിക്കണം. പ്രജ്വൽ രേവണ്ണയുടെ കേസിലെ പോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും സോഹം നായിക്കിന്റെയും കേസുകളിൽ ശക്തമായ കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് കഴിയണം. ഇത്തരം പൈശാചികമായ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്ക് സമൂഹത്തിൽ സ്ഥാനമില്ലെന്നും നിയമം ആർക്കും വഴങ്ങില്ലെന്നും തെളിയിക്കാൻ ഈ കേസുകളിലെ വിധികൾക്ക് കഴിയണം. അധികാരവും പണവും ഉണ്ടെങ്കിൽ ആരെയും ചൂഷണം ചെയ്യാമെന്ന ധാരണ തിരുത്തപ്പെടണം.